സമാധാന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാതെ ഗൾഫ് മേഖലയിൽ ഒരു സുസ്ഥിരമായ സമാധാനം സാധ്യമാവില്ല. അതേസമയം ഒന്നാം വട്ട ചർച്ച പരാജയപ്പെട്ടത് നമുക്കറിയാം. 15 പദ്ധതികളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. അത് ഇറാന് സ്വീകാര്യമായില്ല. 10 പദ്ധതികൾ ഇറാനും വെച്ചു, അത് അമേരിക്കയും തള്ളിക്കളഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് ഒന്നാം വട്ട ചർച്ച പരാജയപ്പെടുന്നത്. രണ്ടാമത്തെ ചർച്ചയ്ക്കുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. ആ ചർച്ച നടക്കാനാണ് സാധ്യത. അതിനിടയ്ക്ക് ഹോർമൂസ് കടലിടുക്ക് അടച്ചതുമായി ബന്ധപ്പെട്ട തർക്കം അത് ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് പ്രതികാരമായിട്ടാണ് നാവൽ ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അമേരിക്ക. താൽക്കാലിക വെടിനിർത്തൽ വന്നതിന് ശേഷവും ഈ അമേരിക്കയുടെ നാവൽ ബ്ലോക്കേഡ് അവസാനിപ്പിക്കണം എന്ന് ഇറാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇറാന്റെ ആവശ്യം ലെബനൻ ബോർഡറിൽ ലെബനൻ ഇസ്രായേൽ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. തെക്കൻ ലെബനിലേക്ക് ഇസ്രായേലി സൈന്യം നടത്തുന്ന കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്ന ആവശ്യമാണ്. അക്കാര്യത്തിൽ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞു. സമാധാന പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇറാന്റെ കപ്പൽ അമേരിക്ക ആക്രമിക്കുകയും അത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഇന്ത്യയുടെ 2 കപ്പലുകൾക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വെടിയുതിർത്തുകയുണ്ടായി. ഭാഗമായി അവരുടെ നാവികസേനയുടെ ഗൺബോട്ടുകൾ. അപ്പൊ ആ മേഖലയിൽ ഇപ്പോഴും സംഘർഷാത്മകമായ സ്ഥിതി നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതേസമയം ഈ താൽക്കാലികമായ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സമ്പൂർണമായ ഒരു ആക്രമണത്തിനുള്ള മുന്നോടിയാണ് എന്ന നിലയ്ക്കുള്ള ചർച്ചകളും വളരെ സജീവമായിരുന്നു. പക്ഷെ ഈ സമാധാന പ്രക്രിയയുടെ 2 പ്രധാനപ്പെട്ട പരിമിതികൾ, ഒന്ന്, റിലയബിലിറ്റി ഇല്ലാത്ത ഒരു മധ്യസ്ഥനാണ് ഈ കാര്യത്തിൽ ചർച്ചയെ നയിക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ ലഭ്യമായ വിവരം വെച്ച് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ച നടക്കുന്നത്. ഇറാനും അമേരിക്കൻ പ്രതിനിധികളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് കളമൊരുങ്ങിയിട്ടില്ല. കഴിഞ്ഞ സമാധാന പ്രക്രിയയും ഇറാൻ അവരുടെ ആവശ്യങ്ങൾ പാകിസ്ഥാന്റെ പ്രതിനിധികളുടെ മുന്നിൽ വെക്കുകയും പാക് പ്രതിനിധികൾ അക്കാര്യം അമേരിക്കയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചർച്ചയായിരുന്നു. യഥാർത്ഥത്തിൽ ഇറാന്റെ പ്രതിനിധികളും അമേരിക്കൻ പ്രതിനിധികളും നേരിട്ടുള്ള ചർച്ചയിലേക്ക് നീങ്ങുകയും സമാധാന ഉടമ്പടി ഒപ്പുവെക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടിയിരുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം അൺപ്രഡിക്റ്റബിലിറ്റിയാണ്. ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വിദേശകാര്യ നയം കൈകാര്യം ചെയ്യുന്നത് അങ്ങേയറ്റം അനിശ്ചിതത്വത്തിൽ അധിഷ്ഠിതമായ ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം എപ്പോഴാണ് നയം മാറ്റുക, പുതിയ പ്രഖ്യാപനം നടത്തുക എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഏതൊരു സമാധാന പ്രക്രിയയ്ക്കും സുനിശ്ചിതമായ ചില നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ധാരണകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റാത്ത വിധം അനിശ്ചിതത്വം അമേരിക്കൻ ഫോറിൻ പോളിസി കൈകാര്യം ചെയ്യുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതും ഒരു അനിശ്ചിതത്വമാണ്. ഇതൊക്കെയാണെങ്കിലും അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ സമാധാന പ്രക്രിയയല്ലാതെ മറ്റ് സാധ്യതകളില്ല എന്നത് തന്നെയാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൻശക്തി രാഷ്ട്രങ്ങളായ ചൈനയും റഷ്യയും ഇറാന് മുൻപില്ലാത്ത വിധം പിന്തുണ നൽകുന്നു എന്നുള്ളത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം ഏപ്രിൽ മാസം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ബഹ്റൈൻ മുന്നോട്ട് വെച്ച പ്രമേയം, അത് റഷ്യയും ചൈനയും സംയുക്തമായി ആ പ്രമേയത്തെ വീറ്റോ ചെയ്യുകയുണ്ടായി. 15 അംഗ സെക്യൂരിറ്റി കൗൺസിലിൽ 11 അംഗങ്ങളാണ് അതിനെ പിന്തുണച്ചത്. റഷ്യയും ചൈനയും പ്രമേയം വീറ്റോ ചെയ്തു. ബാക്കി 2 രാജ്യങ്ങൾ പാകിസ്ഥാനും കൊളംബിയയും ആ പ്രമേയത്തിന്റെ അവതരണത്തിൽ നിന്ന് വിട്ടുനിന്നു. അപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ ഇഷ്യൂവിൽ നിന്ന് യഥാർത്ഥത്തിൽ ഈ സംഘർഷത്തിന്റെ എപ്പി സെന്റർ, അതിന്റെ കേന്ദ്ര ബിന്ദു ഹോർമൂസ് കടലിടുക്കിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര സ്വതന്ത്ര അന്താരാഷ്ട്ര കപ്പൽ പാതയായി നിലനിൽക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയും ഇറാന്റെ പാർലമെന്റ് അതിന് ഈ ഹോർമൂസ് കടലിടുക്കിന് മേലെ
ആധിപത്യം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽപാതയാണ്. ഓരോ രാജ്യങ്ങൾക്കും അതിന്റെ കരപ്രദേശത്തിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽ ഭാഗത്തേക്ക് അവരുടെ പരമാധികാര മേഖലയാണ്. അത് കഴിയുമ്പോൾ അന്താരാഷ്ട്ര കടൽ വരും, ഇന്റർനാഷണൽ പാർട്ട് ഓഫ് ദി ഓഷ്യൻ വരും. ആ മേഖലയിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ അവകാശമുണ്ട്. അത് സ്വതന്ത്രമായ മേഖലയായി നിലനിൽക്കണം. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ നിലവിൽ ഒരു 10 കിലോമീറ്റർ വീതിയുള്ള വിപുലമായ ഒരു കപ്പൽപാതയാണ് ഉള്ളത്. ആ കപ്പൽപാതയിൽ 3 കിലോമീറ്ററോളം വീതിയിൽ അങ്ങോട്ടും 3 കിലോമീറ്റർ വീതിയിൽ ഇങ്ങോട്ടും കപ്പലുകൾ സഞ്ചരിക്കുന്ന രീതിയിലാണ് അതിലെ ഗതാഗതം ക്രമീകരിച്ചിട്ടുള്ളത്. ഏകദേശം 34 മുതൽ 53 കിലോമീറ്റർ വരെ വീതിയുള്ള ഒരു 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 ഇടുങ്ങിയ സ്ട്രെയിറ്റ് ആണ് ഈ ഗൾഫ് ഓഫ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ജലപാതയായി നിലനിർത്തേണ്ടത് യഥാർത്ഥത്തിൽ ഇറാന്റെ താല്പര്യം മാത്രമല്ല, അത് ലോകത്തിന്റെ തന്നെ താല്പര്യമാണ്. അത് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. കാരണം ഗൾഫ് ഓഫ് ഏഡനും ചെങ്കടലിനും ഇടയിലുള്ള ബാബൽ മന്ദാബ്, അതായത് ദി ഗേറ്റ് ഓഫ് ഗ്രീഫ് എന്നറിയുന്ന ഇടുങ്ങിയ കപ്പൽപാതയുണ്ട്, സൂയസ് കനാലുണ്ട്, ഗൾഫ് ഓഫ് മലാക്കയുണ്ട്, സ്റ്റേറ്റ് ഓഫ് മലാക്കയുണ്ട്, സ്റ്റേറ്റ് ഓഫ് സിംഗപ്പൂർ. ഇങ്ങനെ ലോകത്തില് നിരവധി കപ്പൽപാതകളുണ്ട്. ഇത് സ്വതന്ത്രമായി നിലനിർത്തേണ്ടുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്. അപ്പൊ ഏതായാലും അമേരിക്കയുടെ ഈ അക്രമോത്സുകതയോടുള്ള പ്രതികരണമായിട്ടാണ് ഹോർമുസ് കടലിടുക്കിന് മേലെയുള്ള നിയന്ത്രണം കടുപ്പിക്കാൻ ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം ഈ പ്രശ്നത്തിൽ ഒരു ധാരണ ഉണ്ടാകാതെ ഒരു കരാറിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും ഗൾഫ് മേഖലയിലെ സംഘർഷാവസ്ഥയും അതേപടി തുടരാനാണ് സാധ്യത. നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യം തുടരുമ്പോൾ ഇത് ആഗോള വിപണികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ഉറപ്പല്ലേ? ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ ചുരുങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ ഏറ്റവും അധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ചൈനയും മറ്റൊന്ന് ഇന്ത്യയുമായിരിക്കും. ചൈനയും ഇന്ത്യയും ജപ്പാനും അടങ്ങുന്ന ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തികൾ ഏറ്റവും അധികം എണ്ണയും പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്നത് ഈ ഗൾഫ് മേഖലയിൽ നിന്നാണ്. ചൈനയുടെ എനർജി ആവശ്യത്തിന്റെ 80% ഈ മേഖലയിൽ നിന്നാണ് വരുന്നത്. ജപ്പാൻ 90% ഈ മേഖലയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏകദേശം 90 മില്യന് മുകളിലാണ് അവിടെയുള്ള ഇന്ത്യൻ വംശജർ. പോയി വരുന്ന ആളുകളുടെ എണ്ണവും കൂടെ കണക്കാക്കിയാൽ 1 കോടിയോളം ആളുകളാണ് ആ മേഖലയിലുള്ളത്. അപ്പോൾ അവരുടെ ജീവനും സുരക്ഷിതത്വവും ഒക്കെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കൺസേണായി മാറും. രണ്ടാമത്തത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി. മറ്റു പല മേഖലയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്നുണ്ട്, വെനിസ്വേലയിൽ നിന്നുണ്ട്, അതുപോലെ ആഫ്രിക്കയിൽ നിന്ന്, അമേരിക്കയിൽ നിന്നടക്കം. അങ്ങനെ നമ്മൾ എണ്ണ പ്രൊക്യൂറിംഗ് എന്ന പ്രക്രിയ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. നിരവധി സാധ്യമായ സ്രോതസ്സിൽ നിന്നെല്ലാം എണ്ണയും പ്രകൃതിവാതവും ഒക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മളുടെ എനർജി സെക്യൂരിറ്റി, ഊർജ സുരക്ഷിതത്വം ശക്തിപ്പെടുത്തുക, അതിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം. അത് സാധ്യമാണ്. പക്ഷേ ഗൾഫാണ് നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശം. തന്ത്രപരമായ വലിയ പ്രാധാന്യം ആ മേഖലയുമായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ആ മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുമ്പോൾ അവിടുത്തെ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാർ എന്നുള്ളത് ഒരു കാരണവശാലും നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ ഈ സംഘർഷം ശക്തിപ്പെടുമ്പോൾ ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തികളെല്ലാം തന്നെ പ്രതിസന്ധിയിലേക്ക് പോകും. അത് ചൈനയും ഇന്ത്യയും ജപ്പാനും ഒക്കെ പ്രതിസന്ധിയിലേക്ക് പോകും. അമേരിക്കൻ സമ്പദ്ഘടനയെ തന്നെ അത് ബാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം 32 ട്രില്യൺ ഇക്കണോമിയാണ് അവരുടേത്. ഇപ്പോൾ തന്നെ ഈ ഡോളറും രൂപയും തമ്മിലുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം കുറഞ്ഞതിന്റെ ഭാഗമായി ഇന്ത്യ 6ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. നമ്മൾ 4ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. നമുക്ക് മുന്നിലേക്ക് ജപ്പാനും യുണൈറ്റഡ് കിങ്ഡവും വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ പ്രക്രിയ ഇനിയും
ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയൊക്കെ അത് ഗുരുതരമായി ബാധിക്കും. അപ്പോൾ ആഭ്യന്തരമായി നമ്മളെ ഇന്ത്യ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് അവിടെ സംഘർഷാവസ്ഥ തുടരുന്നത്. അത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതോടൊപ്പം ആഗോള സമ്പദ് വ്യവസ്ഥ ചുരുങ്ങുന്നതിന്റെ ഭാഗമായി ഒരു പക്ഷേ മില്യൺസ് ഓഫ് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ സംഘർഷം പരമാവധി നേരത്തെ പരിഹരിച്ചുകൊണ്ട് ഒരു ഡെമോക്രാറ്റിക് സെറ്റിൽമെന്റിലേക്ക്, ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് പോവുക എന്നത് മാത്രമാണ് ലോക സമൂഹത്തിന്, ആഗോള സമൂഹത്തിന് കരണീയമായിട്ടുള്ളത്.